ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മാനസിക സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ടോ? നിങ്ങളെ കേൾക്കുവാൻ ആരുണ്ട്? എൻ്റെ അനുഭവത്തിൽ ഏറ്റവും വലിയ വേദന ശാരീരിക വേദനയല്ല, മാനസിക വേദന. എത്ര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും 24/7 മോട്ടിവേറ്റ് ആയിട്ടിരിക്കാൻ സാധിക്കുകയില്ല. ചില ഘട്ടങ്ങളിൽ തകർന്നു പോകും. എൻ്റെ കരിയറിലും ജീവിതത്തിലും ഡൗൺ ആകുമ്പോൾ സഹായം തേടാറുള്ളത് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ മാത്യു കണമലയുടെ അടുത്താണ്. ഭാഗ്യവശാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ കൗൺസിലർ കൂടിയാണ്. മെൻ്റലി ഡൗൺ ആകുമ്പോൾ അതിന് വേണ്ട ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് കൈവിട്ടു പോകും. അത് നമ്മളെ ഡിപ്രഷനിലേക്കും സൂയിസൈഡൽ തോട്ടിലേക്കും വരെ നയിക്കാം. നിങ്ങളെ കേൾക്കുവാൻ ഒരാളെങ്കിലും തയ്യാറാക്കി വെക്കണം. പ്രശ്നം വന്ന ശേഷമല്ല, അതിന് മുമ്പായിട്ട്, ഇപ്പം തന്നെ. അത് നിങ്ങളുടെ സുഹൃത്താകാം, ബന്ധുവാകാം, അധ്യാപകനാകാം, ഒരു സീനിയർ ഓഫീസറാകാം. ഇവരെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ സപ്പോർട്ട് നേടുക തന്നെ വേണം. മെഡിസിൻ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു സൈക്കാട്രിക് ഡോക്ടറെ കാണാൻ ഒരു മടിയും വിചാരിക്കരുത്. നമുക്ക് പനിയും ജലദോഷവും കാലുവേദനയൊക്കെ വരുമ്പോൾ മരുന്ന് മേടിച്ച് കഴിക്കുമല്ലോ, അതിലേറെ പ്രാധാന്യമുണ്ട് മാനസിക വേദനയ്ക്ക്. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടെ വേണ്ട സഹായം തേടി ബൗൺസ് ബാക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. നിങ്ങളെ കേൾക്കുവാനായിട്ടുള്ള ആ വ്യക്തി ഒന്ന് മെൻഷൻ ചെയ്തേ, അദ്ദേഹത്തിന് സന്തോഷമാകട്ടെ. ഇൻസ്പയർ വിത്ത് അനീഷ് മോഹൻ.